നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും എന്തിനാണ് വെറുതെ പ്രതിപക്ഷ കക്ഷികൾക്ക് രണ്ട് വിഷയങ്ങൾ ഇട്ടുകൊടുത്തത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. ആ രണ്ട് വിഷയങ്ങൾ: ഒന്ന്, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ വിജ്ഞാപനം; രണ്ട്, ഈ ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ഈ രണ്ട് വിഷയത്തിലും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കാരണം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പഴയ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. ഈ പൗരത്വ നിയമവും കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെ രണ്ടായി തിരിക്കുന്നു. പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായി വയ്ക്കുന്നു. ഇത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എതിരായ നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ക്യാമ്പയിനുകൾ തുടങ്ങാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് ഒരു കാരണമായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ കേരളത്തിലടക്കം വലിയ രീതിയിൽ പൗരത്വ വിരുദ്ധ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത്, ഇതുവരെയും പ്രതിപക്ഷ കക്ഷികളുടെ ആഹ്വാനമനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഉണ്ടായതുപോലുള്ള ഒരു പ്രതിഷേധമോ പ്രക്ഷോഭ സമരമോ CAA വിരുദ്ധമായി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലനിൽക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ഒരു ഇരവാദം ഉന്നയിക്കാൻ കാരണമാവുകയില്ലേ എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ചിലർ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമെല്ലാം മുന്നിലേക്ക് വരും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന ഒരു വാദം, അത് മണ്ടത്തരമാണ് എന്ന് പറയാതെ വയ്യ. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. അങ്ങനെ ഒരുപക്ഷെ ഇടപെടലില്ലാത്തത് കൊണ്ടായിരിക്കണം ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് നടന്നത് എന്നും വിചാരിക്കാവുന്നതാണ്. അല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ വെറുതെ ഇങ്ങനെ ഒരു ഇരവാദത്തിനുള്ള അവസരം ആം ആദ്മി പാർട്ടിക്ക് ഒരിക്കലും നൽകുമായിരുന്നില്ല. അത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. കാരണം തെളിവുകൾ അത് കേജ്രിവാളിന് അനുകൂലമല്ല എന്ന് മാത്രമല്ല, ഇത്രയും ദിവസം വൈകിപ്പിച്ചത് കേജ്രിവാളാണ്. 9 തവണയാണ് സമൻസുകൾ അദ്ദേഹം അവഗണിച്ചത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, എല്ലായിടത്തു നിന്നും തിരിച്ചടികൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകാൻ വിസമ്മതിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. തീർച്ചയായും ധാരാളം ദിവസമായി ഈ അന്വേഷണം നടന്നു പോകുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇപ്പോൾ ജയിലുകൾക്കുള്ളിലാണ്. അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യപ്രതിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ പെരുമാറ്റച്ചട്ടമോ നിയമപരമായി തന്നെ തടസ്സമാകുന്നില്ല. മറ്റുള്ള വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എന്നതടക്കമുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെ കാണേണ്ടി വരും. ഇവിടെ ഈ രണ്ട് വിഷയങ്ങളിൽ, ഒന്ന്, CAAയുമായി ബന്ധപ്പെട്ടത് ബോധപൂർവം തന്നെ പ്രതിപക്ഷ കക്ഷികൾക്ക് ആ ഒരു വിഷയം BJP എറിഞ്ഞുകൊടുക്കുകയായിരുന്നു. കാരണം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ബോധ്യമുണ്ട്, അവർക്ക് കൂടുതൽ അറിവുണ്ട്. ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ ഈ ഒരു അവസരത്തിൽ വിലപ്പോകുന്നതല്ല എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതി എന്നത് BJP ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. 4 വർഷം മുന്നേ നിയമം പാസ്സാക്കുകയും ഇന്നുവരെയും ചട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ വാഗ്ദാനം സർക്കാർ ബോധപൂർവം പാലിക്കാത്തതാണ് എന്ന ഒരു ആക്ഷേപം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് പൂർത്തിയാകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച കാര്യം. മറ്റേത് തീർച്ചയായും 100% അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.